Hello, my dear students. Welcome back. Situations are getting worse, so stay at home. Okay, stay safe. So let's move to a new chapter. Chapter name is sorting materials into groups. Okay, so we are discussing about the materials. Suppose we have already discussed about food and clothes. There are different varieties of foods and clothes around us, isn't it? Yes, there are other materials which are different in appearance. There are so many materials around you, isn't it? Yes, they are different in their shape, color, materials they are made up of, etc. Isn't it? Yes. So suppose I have said to you to group some items based on the round in shape. നിങ്ങളോട് ഞാൻ പറഞ്ഞു റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു. ചുറ്റുപാടുള്ള എല്ലാ ഒബ്ജക്ട്സും എടുത്തിട്ട് അതിൽ റൗണ്ട് ഷേപ്പുള്ളത് മാത്രം മാറ്റിയെടുക്കാൻ പറഞ്ഞു. ഇറ്റ് വിൽ ഇൻക്ലൂഡ് റബ്ബർ ബോൾ, ഫുട്ബോൾ ഓർ ഗ്ലാസ് മാർബിൾ. ഓൾസോ വി ഇൻക്ലൂഡ് ദ ഒബ്ജക്ട്സ് നിയർലി റൗണ്ട്. ഏകദേശം റൗണ്ട് ഉള്ളതൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. സപ്പോസ് ആപ്പിൾ, ഓറഞ്ച്, എക്സെട്ര. ഓൾസോ എർത്തൺ പിക്ചർ, മൺചട്ടി. These are the items which closely round in shape. So suppose we are looking for objects that are edible. അപ്പോൾ നമ്മൾ റൗണ്ട് ഉള്ള ഒബ്ജക്ട്സ് ഗ്രൂപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കും. സപ്പോസ് എഡിബിളായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തു വിചാരിച്ചു, അതിലുണ്ടാവും എന്ത് റൗണ്ടുള്ള ഷേപ്പുള്ള ഒബ്ജക്ട്സ് അതിലും ഉണ്ടാവും. സപ്പോസ് ആപ്പിൾ, ഓറഞ്ച്, ദീസ് ആർ ദ ഐറ്റംസ് ദാറ്റ് വി ഗ്രൂപ്പ്ഡ് ആസ് എഡിബിൾ ആയിട്ട് എടുത്താലും അതിലുണ്ടാവും എന്ത് റൗണ്ടുള്ള ഷേപ്പുള്ള ഐറ്റംസ്. സപ്പോസ് വി വിൽ മേക്ക് എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിലോ ദർ ആർ സോ മെനി ഐറ്റംസ് വിച്ച് ആർ മെയ്ഡ് ഫ്രം പ്ലാസ്റ്റിക്. യെസ്, ചെയർ, ബക്കറ്റ്സ്, പെൻ, ദർ ആർ സോ മെനി ഐറ്റംസ്. ഓക്കെ, സോ വി ക്യാൻ ഗ്രൂപ്പ് ഐറ്റംസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഇസ്ന്റ് ഇറ്റ്? യെസ്, നമുക്ക് പല രീതിയിൽ പല വിധത്തിൽ നമുക്ക് ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, all objects are made of one or more materials. These materials may be glass, metal, plastic, wood, cotton, paper, mud or soil. So can you think more examples of materials? അപ്പോൾ പലവിധം മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് ഒക്കെ പല ഐറ്റംസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ള. ചിലപ്പോൾ മെറ്റൽ ഉണ്ടാവും, പ്ലാസ്റ്റിക്, കോട്ടൺ, വുഡ്, പേപ്പർ, മഡ്, സോയിൽ, എക്സെട്ര. സോ there is an activity. First activity, activity 1, you have to list objects around you. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനൊക്കെ പേര് എഴുതി വെക്കുക. which can be from your classroom or from your home. Okay, there may be items like chalk, pencil, notebook, duster, hammer or kitchen utensils, spoons, the items used for making food. Okay, there may be items which cannot be bring into our classroom, such as wall, trees, door, tractor, road. ഇതൊക്കെ ആ ലിസ്റ്റിലുണ്ടാവും ഇല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ദ ഐറ്റം വിച്ച് മെയ്ഡ് ഫ്രം വുഡ്, ഡിവൈഡ് ദ ഐറ്റം വിച്ച് മെയ്ഡ് ഫ്രം വുഡ്. വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ ഒരു കോളത്തിൽ, അല്ലാത്തതൊക്കെ മറ്റേ കോളത്തിൽ. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. So we get a group of items which is made from wood. Others are which are not made from wood. Okay, you have to fill the table 4.1. Objects and material they are made up of. ഒരു ഫസ്റ്റ് കോളത്തിൽ ടേക്ക് പേജ് നമ്പർ 27. ഫസ്റ്റ് കോളത്തിൽ ഒബ്ജക്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്ട്സ് എഴുതാം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 വേണം. ഓക്കെ, സോ യു ഹാവ് ടു റൈറ്റ് ഒബ്ജക്ട്സ് ഇൻ ഫസ്റ്റ് കോളം. ദെൻ ഇൻ ദ സെക്കൻഡ് കോളം മെറ്റീരിയൽസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ്. എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. എക്സാമ്പിൾ is given in your textbook. Plate,
Plate which can be made from steel, glass, plastic or any other items. Okay, നമ്മുടെ വീട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ഉണ്ട്. സോ വി can make plate using steel, glass, plastics. Then pen, പ്ലാസ്റ്റിക് പെൻ ഉണ്ട്, മെറ്റൽ പെൻ ഉണ്ട്. ഓക്കെ, ഇതുപോലെ കുറച്ചും കൂടി ഐറ്റംസ് എഴുതാം. എന്നിട്ട് അതൊക്കെ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉള്ളത് എഴുതാം. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? യെസ്. Then there is another activity also. You have to write table 4.2. ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ്, ആദ്യം നമ്മൾ ഒബ്ജക്ട്സ് ചെയ്തിട്ട് അത് ഏതൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് എഴുതിയത്. നെക്സ്റ്റ് മെറ്റീരിയൽസിൻ്റെ പേര് എഴുതുക, എന്നിട്ട് ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. എക്സാമ്പിൾ, ഫസ്റ്റ് കോളത്തിൽ മെറ്റീരിയൽസ്, സെക്കൻഡ് കോളത്തിൽ ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് ദീസ് മെറ്റീരിയൽസ്, ആ മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ വുഡിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാം നമുക്ക്? ചെയർ, ടേബിള്, പ്ലഫ്, കൈക്കോട്ട്, ദെൻ bullock cart and its wheel, etc. are made from wood. You can also add more items. The next example is given paper. We can make different items using paper. Which are there? Books, notebooks, newspaper, toys, calendars, etc. So you have to add more items to it. Leather, plastic, cotton. You have to write the objects made from these materials. Okay, so what we have understood from these? Yes, we can group items based on many different ways, isn't it? Yes, we found that objects around us are made of different materials. നമുക്ക് ഒരു ഒബ്ജക്റ്റ് തന്നെ പല പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഒരു മെറ്റീരിയൽ വെച്ചും ഉണ്ടാക്കാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് പലവിധം ഒബ്ജക്ട്സ് ഉണ്ടാക്കാം. അതുപോലെ ഒരു ഒബ്ജക്റ്റ് തന്നെ പല മെറ്റീരിയൽസ് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം. വി ക്യാൻ മേക്ക് മെറ്റീരിയൽസ് ഇൻ ഡിഫറെൻറ്റ് വേസ്, ഒബ്ജക്ട്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. We can make objects using different materials, or we can make objects using only one type of material, or we can make different objects from single material. Okay, so we can make different materials. Then is it possible to take water in a paper tumbler? Why we are not making tumbler using paper? നമ്മൾ വെള്ളം കുടിക്കാൻ ടെംബ്ലർ ഉപയോഗിക്കുക. We will use tumblers which made up of glass, steel, plastic, etc. Isn't it? Yes, നമ്മുടെ വെള്ളം കുടിക്കുന്ന ടെംബ്ലർ ഗ്ലാസിൻ്റെ ടെംബ്ലർ ഉണ്ട്, പ്ലാസ്റ്റിക്, then മെറ്റൽസിൻ്റെ ടെംബ്ലർ. Why we are not using clothes or paper, clothes for making tumbler? തുണി ഉപയോഗിച്ച് എന്തുകൊണ്ട് ടെംബ്ലർ ഉണ്ടാക്കിക്കൂടാ? No, it is not possible, isn't it? Yes. Why? In cloth there are small holes in it. The water will flow through that holes. So we can't make a tumbler using cloth. Also, why we can make a kitchen utensil using paper? Paper ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? No, we can't make it using paper because നമ്മൾ തീ കൊളുത്തിയാൽ അപ്പോൾ പേപ്പർ കത്തും. Isn't it? Yes. Also water will not stay in the paper, so we can't make using paper. അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽസും ഉണ്ടാക്കുന്നത്, ഓരോ ഒബ്ജക്ട്സും ഉണ്ടാക്കുന്നത് എന്താണ്? ഓരോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ്. Isn't it? നമുക്ക് ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ടെംബ്ലർ, വെള്ളം എടുക്കണമെങ്കിൽ എന്താവണം? ആ ടെംബ്ലർ ചോരാത്തതാവണം. പേപ്പറോ ക്ലോത്തോ ആണെങ്കിൽ അത് പറ്റുമോ? ഇല്ല. സോ we will make objects depending upon the property which we use. Okay, so we choose a material to make an object depending upon its properties. ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ ചൂസ് ചെയ്യുക. ആൻഡ് ദ പർപ്പസ് ഫോർ വിച്ച് ഒബ്ജക്റ്റ് ഈസ് ടു ബി യൂസ്ഡ്, എന്ത് പർപ്പസിനാണോ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ
ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. നമ്മൾ പേപ്പർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ പർപ്പസിന് അത് പറ്റില്ല. അതുപോലെ ക്ലോത്ത് പറ്റുമോ? ഇല്ല. സോ വി ചൂസ് ദ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് പ്രോപ്പർട്ടി ആൻഡ് ദ പർപ്പസ് ഫോർ ഇറ്റ് വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, സോ in this chapter we are going to discuss about the properties of materials. Okay, in this class we are going to discuss about different properties of materials. Okay, first property is appearance. What is appearance? What is appearance? This is a wood spoon, a spoon made from wood. This is a lock which is made from steel. Then this is a aluminium foil, and this is a copper wire which is used in our homes. This is taken out from this wire. Okay, what are the peculiarities of these items? ഇതിൻ്റെയൊക്കെ അപ്പിയറൻസിന് എന്ത് മാറ്റമുള്ളത്? ഈ അലുമിനിയം ഫോയിലും ഈ വുഡും ഒരേപോലെയാണോ കാണാൻ? നോ. ഈസ് ദർ എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു? ഇത് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? ഈ കോപ്പർ വയർ, ഈ aluminum foil, then steel lock. Is there any similarity between these items? Yes, there is some similarity which is not there in the wood. Okay, then there is an activity 3. Take paper, cardboard, wood, copper wire, aluminium sheet, chalk. Do any these appear shiny? ഇതിലേതെങ്കിലും ഷൈനി ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടോ? ഇസ് ദിസ് ലുക്ക് ഷൈനി? തിളങ്ങുന്നുണ്ടോ അത്? ഇല്ല. നോ. ഇസ് ദിസ് ഷൈനി? യെസ്, അലുമിനിയം ഫോയിൽ ഈസ് ഷൈനി. ഓൾസോ കോപ്പർ വയർ, ദിസ് കോപ്പർ വയർ ഹാസ് എ ഷൈനിങ്. ദിസ് സ്റ്റീൽ ലോക്ക് ഓൾസോ ഹാസ് സം ഷൈനിങ്. ഇസ് ദ പേപ്പർ ഹാസ് ഷൈനിങ്? നോ, it doesn't have shining. So some materials have appear to be shiny, some others appears to be dull. ചില മെറ്റീരിയൽസ് ഷൈനിങ് ആയിട്ട് തോന്നുന്നു, ചിലത് ഡള്ളായിട്ട്. ഇതൊക്കെ ഡള്ളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. These shining materials can be grouped into one and others can be grouped into another group. So if we are cutting this aluminum foil, there is also it has shining. If we cut this paper, there is no any shining. So some materials that have such a luster are usually called metals. The materials that have shining are called metals. പൊതുവേ ഷൈനിങ് ഉള്ള മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് മെറ്റൽസ്. ഈ മെറ്റൽസിൽ എന്തൊക്കെ ഉൾപ്പെടും? അലുമിനിയം, കോപ്പർ, ചെമ്പ്, കോപ്പർ, ദെൻ അയൺ, ഇരുമ്പ്, സ്റ്റീൽ. ദീസ് ആർ ദ metals. And also gold is also a metal which has shining. Okay, and these metals can be dull when they have they have contact with air and water. ഈ മെറ്റൽസ് ചില സമയത്ത് ഷൈനിങ് ഉണ്ടാവില്ല. എന്താ കാരണം? നമ്മൾ പുതിയൊരു അലുമിനിയത്തിൻ്റെ പാത്രം വാങ്ങി. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഇറ്റ്സ് അപ്പിയറൻസ്? ഇറ്റ്സ് ലുക്ക് ഷൈനിങ് ആയിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും? ആ ഷൈനിങ് ഒക്കെ പോവും. കാരണം എന്താണ്? ദിസ് വെസൽ ഗെറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് വാട്ടറിനായിട്ട് എയറിനായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഷൈനിങ് കുറയും. നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, ആ കട്ടിങ് സർഫേസിൽ ഷൈനിങ് ഉണ്ടാവും.
So metals lost its shining due to its contact with the air and moisture. Action, because of the action of air and moisture on it. So this is a group called metals. So appearance il pala materials ilum pala appearance undava. Generally shining appearance ulla materials nu parayna perana metals. There are some other materials which are dull in appearance. Dull aayittulla materials undu, shining aayittulla materials undu. Shining aayittulla materials nu parayna perana metals. Okay, then next property, hardness. Hardness. When I try to compress the items made using these items, what happens? Yes, it will have little compression. Some of them have little compression, some others have no compression. So suppose I have taken a metal key. I am going to scratch surface of wood. What happens? Yes, some powders are coming out. Then when I scratch a piece of chalk with the key, what happens? Yes, we can scratch it. നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലേ ചോക്ക്? When I scratch this nail, what can I scratch it? Yes, no. So there are some items which we can scratch or compress. Compress ana amurthi compress cheyan sadikka. There are some other items which we cannot scratch or compress. For example, മെഴുക്, candle നമുക്ക് scratch cheyan sadikille. Yes. So the materials which can be compressed or scratched easily are called soft, while some other materials which are difficult to compress are called hard. For example, this chalk, we can compress it. What happens when we compress it? Yes, it will turn into powders, isn't it? Yes. So the materials which can be compressed or scratched is known as soft materials. What is soft materials? Then the material which cannot be compressed or scratched, difficult to compress, are called hard. Okay. For example, cotton sponge is soft while iron is hard. We cannot compress these items. When we press it, we cannot compress it. Okay, while sponge is we can compress when we apply force on sponge ഒക്കെ നമുക്ക് compress ചെയ്യാൻ സാധിക്കും. അതുപോലെ cotton ഇതൊക്കെ നമുക്ക് compress ചെയ്യാം. എന്നാൽ iron, aluminum ഇതൊന്നും നമുക്ക് പെട്ടെന്ന് compress ചെയ്യാൻ സാധിക്കില്ല. So they are hard. So materials are divided into two based on its hardness, which are the soft and hard. Soft ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റൽസ് ജനറലി ഹാർഡ് ആണ്. ഓക്കെ, മെറ്റൽസ് ആർ ജനറലി ഹാർഡ്, അതേഴ്സ് ആർ സോഫ്റ്റ്. So in appearance, materials can have different properties like luster, hardness, be rough and smooth. Okay, then next property is soluble or insoluble. So it is solubility. Is it soluble or insoluble? What do you mean by soluble or insoluble? Yes, for example, I have taken five big glass tumbler. Okay, 5 glass tumbler. The files are taken with water. Okay, 5 glass tumbler എടുത്തു, 5 എന്തെടുത്തു, വെള്ളം എടുത്തു. Okay,
5 ഗ്ലാസ്സസ് എടുത്തു, അതിൽ 5ലും വെള്ളം ഒഴിച്ചു. ഇനി ഓരോന്നിലോട്ട് ഓരോന്ന് ആഡ് ചെയ്യാൻ പോകുക. ഫസ്റ്റ് വൺ ഈസ് ആഡഡ് വിത്ത് ഷുഗർ, ദെൻ സെക്കൻഡ് വൺ ഈസ് ആഡഡ് വിത്ത് salt, third one is added with chalk powder, next sand, the last one is added with sawdust. What do you mean by sawdust? Marappodi, the waste from the wood. Okay, what happens when we add these items to this water? When we add some sugar, what happens? ആ ഷുഗർ പിന്നെ അതിൽ കാണുമോ? ഇല്ല, ഇറ്റ് ഗെറ്റ് ഡിസപ്പിയർ, അലിഞ്ഞു പോവും. സോൾട്ട് ആഡ് ചെയ്താലോ? യെസ്, ഇറ്റ് ഓൾസോ ഗെറ്റ് ഡിസോൾഡ് ഇൻ ഇറ്റ്. ഡിസോൾവ് എന്ന് പറഞ്ഞാൽ അലിയ, വാട്ടർ ആ വെള്ളത്തിൽ അലിഞ്ഞു പോകും. നമുക്ക് പിന്നെ ആ സോൾട്ടിൻ്റെ തരികൾ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ? നോ, വി കാൺട്ട് സീ ദാറ്റ്. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹാഡ് ചോക്ക് പൗഡർ? വെൻ വി ആഡ് ചോക്ക് പൗഡർ, സം ഓഫ് ദം ഗെറ്റ് ഡിസോൾവ്. കുറച്ച് ഡിസോൾവ് ചെയ്യും, കുറച്ച് അവിടെ തന്നെ കിടക്കും, അടിയിൽ കിടക്കും. വാട്ട് ഹാപ്പൻസ്? സാൻഡ് ഡിസോൾവ് ചെയ്യോ? നോ, സാൻഡ് വിൽ അപ്പിയർ ആസ് സാൻഡ് ഇൻ ദി ഗ്ലാസ്. ദെൻ sawdust is also doesn't dissolve in this water. മരപ്പൊടി വാട്ടറിൽ അലിയോ? നോ. So some of the items get disappeared in the liquid, isn't it? Yes, some of them does not disappear in the liquid. The items which are before that you have to complete the table 4.3 in page number 29. 4.3, mixing different solid materials in water. നമ്മളെടുത്തൊക്കെ സോളിഡ് മെറ്റീരിയൽസ് ആണ്, എല്ലാം വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ്? ഫസ്റ്റ് സോൾട്ട് എന്താ? ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ, isn't it? Yes, disappears completely in water. What happens when we add sugar? So write it there, disappears completely in water. What happens when we add sand? It does not disappear. Write it there, does not disappear. What happens in the case of chalk powder? It is also does not disappear completely. And sawdust, it also does not disappear. So the items which are disappeared or dissolved in water are known as soluble substance. Okay, items which are disappeared or dissolved in water are known as soluble. വാട്ടറിൽ അലിയുക, ഡിസോൾവ് എന്ന് പറഞ്ഞാൽ അലിയുകയോ അല്ലെങ്കിൽ വാട്ടറിൽ അപ്രത്യക്ഷമാകുന്ന മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് soluble. Okay, so substance are soluble and other substance do not mix with water and do not disappear even after we stir for a long time. These substances are called insoluble. What is insoluble? വാട്ടറിൽ അലിയുന്നതും ഡിസപ്പിയർ ചെയ്യുന്നതുമായ സബ്സ്റ്റൻസിന് സൊല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് പറയും. വാട്ടറിനായിട്ട് മിക്സ് ആവാത്ത, ഒരുപാട് നേരം ഇളക്കിയാലും മിക്സ് ആവാത്ത ഐറ്റംസിനെ ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസും എന്നും പറയും. So water plays an important role in the functioning of our body because it can dissolve a large number of substance. Okay, so water dissolve large number of items in it. Okay, the substance which can be dissolved in water are known as soluble substance. The substance which cannot be dissolved in water are known as insoluble substance. Okay, these are the properties. So let's wind up today's class. We can discuss more properties in the next class. What we have discussed today? Yes, properties of materials. First property, appearance. In appearance, some of the materials are looking shiny. ചിലത് ഷൈനിങ് ഉണ്ടാവും, ചിലത് ഡള്ളായിരിക്കും. ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് പൊതുവെ പറയുന്ന പേരാണ് മെറ്റൽസ്. Okay, that is appearance. Then in the case of hardness, ഹാർഡ്നെസ്സിൽ ചില സാധനങ്ങൾ സോഫ്റ്റ്,
ആൻഡ് ചിലത് ഹാർഡായിരിക്കും. The objects that can be easily compressible and scratch are known as soft, and the objects that cannot be compressed easily are known as hard. പെട്ടെന്ന് കംപ്രസ് ചെയ്യാൻ സാധിക്കാത്ത മെറ്റീരിയൽസിനെ ഹാർഡ് എന്നും കംപ്രസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽസിനെ സോഫ്റ്റ് എന്നും പറയുന്നു. ദെൻ തേർഡ് പ്രോപ്പർട്ടി solubility. Okay, there are some materials which are soluble in water. There are some other materials which are insoluble in water. Okay, hope that you understood everything. So let's meet in next class. Okay, till then, bye.